ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ആതിര കെ കൃഷ്ണൻ. ഞാൻ ഫിസിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനും ബി.എഡും കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് എൻട്രൻസ് കോച്ചിങ്ങും IIT ഫൗണ്ടേഷൻ ക്ലാസ്സും എടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ജയ്ഭാരത് കോളേജിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തവണത്തെ കീം 2020ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഫിസിക്സ് പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഒബ്ജക്റ്റ് മൂവിങ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? അതിൻ്റെ പൊസിഷൻ ടൈം മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഒരു ബോഡി അണ്ടർ മോഷൻ ആണെന്ന് പറയാം, അല്ലേ? സോ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈ പോയിന്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് സേ ആഫ്റ്റർ 2 seconds or 5 seconds ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറി ഇവിടെ വന്നിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ബോഡി മോഷനിലായിരുന്നു എന്ന് പറയും. 2 മിനിറ്റോ 5 മിനിറ്റോ 10 സെക്കൻഡോ ഏത് ടൈം ലിമിറ്റ് കഴിയുമ്പോഴും ആ ഒബ്ജക്റ്റ് ഈ പോയിന്റിൽ തന്നെ റിമൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, അല്ലേ? സോ ടൈമിനനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിലാണ് ദ ബോഡി ഈസ് അണ്ടർ മോഷൻ എന്ന് നമ്മൾ പറയും. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്റ്റ് ആൻഡ് മോഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം തന്നെ മെഷർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അത് എത്രത്തോളം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുക. സോ ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബിയുമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന എന്നാൽ ചില വ്യത്യാസങ്ങളോട് ക്വാണ്ടിറ്റി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സേ ആദ്യം നമ്മുടെ ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. അത് ആദ്യം ഒരു 2 seconds കൊണ്ട് മൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി എന്ന് കരുതുക. എഗെയിൻ തിരിച്ചെന്ത് ചെയ്യാണ്? ഒരു 1 second കഴിഞ്ഞപ്പോൾ ആണ് തിരിച്ചതായി സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് റിട്ടേൺ എത്തിയെന്ന് വെച്ചിരിക്കും. This is 2 meters and this is 1 meter എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഇരുന്ന ഒബ്ജക്റ്റ് ആദ്യം എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് എത്തുകയും ദെൻ അവിടെ നിന്ന് സിയിലേക്ക് എത്തുകയും ചെയ്തു. ടോട്ടലി ആ ഒബ്ജക്റ്റ് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരിക്കും? എ ടു ബി 2 meters ആണ്, പ്ലസ് ബി ടു സി 1 meters. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 2 + 1 3 meters ആണ്. ഓക്കെ, ഇനി ഫൈനൽ പൊസിഷൻ സിയിൽ എത്തി നിൽക്കുന്ന ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും? ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ദ ഇനിഷ്യൽ പൊസിഷൻ വാസ് എ ആൻഡ് നൗ ദ ഫൈനൽ പൊസിഷൻ ഈസ് സി. ഈ എയും സിയും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്? എ സി ആണ്, അല്ലേ? So the displacement will be equal to 2 meters minus 1 meter. That is just 1 meter. So distance calculate ചെയ്യുമ്പോൾ നമ്മൾ travel ചെയ്ത entire path length ആണ് calculate ചെയ്യുന്നത്. A to B, that is AB plus BC. But displacement എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രം കൺസിഡർ ചെയ്ത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. That is just AC. So that is the difference between distance and displacement. Okay, fine. Distance and displacement കിട്ടി. ഇനി മോഷനിലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ എന്ത് ക്വാണ്ടിറ്റീസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് മെഷർ ചെയ്യാൻ പോകുന്നത്? ദാറ്റ് വിൽ ബി സ്പീഡ്. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പോലെ തന്നെ കേട്ടാൽ ഏകദേശം ഒരേ മീനിങ് ആണെന്ന് തോന്നുകയും എന്നാൽ ഫണ്ടമെന്റലി ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉള്ള 2 ക്വാണ്ടിറ്റീസ് ആണ് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് സ്പീഡ്? Speed of an object is defined as its distance by time. The total distance traveled by an object divided by the time taken. Okay, ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും?
Velocity is associated to displacement. It is displacement by time. Okay. So ഇവിടെ നമ്മൾ പറഞ്ഞു distance എന്ന് പറയുന്നത് total path length ആണെന്ന് പറഞ്ഞു. And distance is a scalar quantity. Okay. But displacement എന്ന് പറയുന്നത് ഏതെല്ലാം പാത്തിലൂടെ ട്രാവൽ ചെയ്താലും അവസാനം ആ ഒബ്ജക്റ്റ് വന്നെത്തി നിൽക്കുന്ന പോയിന്റ് ഏതാണ്, ആ പോയിന്റിന് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് എത്രത്തോളം ദൂരമുണ്ട്, ആ ഡിസ്റ്റൻസിന് ലെങ്തിനെ മാത്രമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിൽ കണക്കാക്കുന്നത്. ആൻഡ് ഹെൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനോടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പീഡ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? ഇറ്റ് ഷുഡ് ബി എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ. നെക്സ്റ്റ് സ്പീഡും വെലോസിറ്റിയും കണ്ടു കഴിഞ്ഞു. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് വിളിച്ചു. ഇനി വെലോസിറ്റിക്കും ടൈമിനനുസരിച്ച് മാറ്റം സംഭവിക്കാമല്ലോ. അങ്ങനെ വെലോസിറ്റിക്ക് വരുന്ന മാറ്റം നമ്മൾ എന്താ വിളിക്കുക? That is called acceleration. Acceleration is velocity by time or change in velocity by time. Okay. So, ഒരു ഒബ്ജക്റ്റ് അതിന്റെ റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് എന്താ നമ്മൾ ചെക്ക് ചെയ്തു. ആൻഡ് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോർമലി മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ. ഇനി ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന കുറച്ച് ഗ്രാഫുകളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫുകൾ, കുറച്ച് പെർട്ടിക്കുലർ ബോഡീസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ റെസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് പൊസിഷൻ ടൈം ഗ്രാഫുകൾ പരിചയപ്പെടാം. ഒരു ആക്സിസിൽ പൊസിഷൻ മാർക്ക് ചെയ്തു, മറ്റൊരു ആക്സിസിൽ ടൈം മാർക്ക് ചെയ്തു. ഓക്കെ. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് എന്ന് വിചാരിക്കുക. ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് നിൽക്കുന്ന ഒരു ലൈനാണ് നിങ്ങളുടെ ഗ്രാഫായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇത് എന്ത് ടൈപ്പ് ഓഫ് മോഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈം ദിസ് ഇസ് ദ ഒറിജിൻ ഓഫ് ദ ഗ്രാഫ് അല്ലെ. ഒറിജിനൽ അല്ലെങ്കിൽ സീറോ ടൈമിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എത്രയായിരുന്നു? എക്സ് എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ദിസ് ഇസ് 5 seconds, 10 seconds, 15 seconds. 5 seconds വരുമ്പോഴും ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ തന്നെയാണ്? ഇറ്റ്സ് അഗെയിൻ എക്സ്. 10 seconds എത്തുമ്പോഴും എവിടെ തന്നെയാണ് പൊസിഷൻ വരുന്നത്? എക്സ് തന്നെയാണ്. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫ് തരുന്നത്. പൊസിഷൻ ടൈപ്പ് ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് ദിസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ബോഡിയാണ് കാണിക്കുന്നത്? ദി ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അല്ലെ. പൊസിഷന് മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ടൈം മാറുന്നുണ്ടെങ്കിൽ കൂടി പൊസിഷൻ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ദ ബോഡി ഈസ് അണ്ടർ റെസ്റ്റ്. അത് മൂവിങ് അല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? പൊസിഷൻ ടൈം ഗ്രാഫ് ഇതുപോലെയാണ് വരുന്നത്. ഇതിൽ എന്താണ്? ഒറിജിനൽ സീറോ ടൈമില് എവിടെയായിരുന്നു? സീറോ തന്നെയായിരുന്നു ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. 5, 10 and 15. ഫൈവ് സെക്കൻഡ്സ് ടൈം കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചെക്ക് ചെയ്തേ. എവിടെയാണ്? 5 meters അല്ലേ. നെക്സ്റ്റ് 10 seconds ടൈം എത്തുമ്പോൾ എവിടെയാണ് അതിന്റെ പൊസിഷൻ വരുന്നത്? 10 meters. സിമിലർലി 15 meters 15 seconds ടൈം വരുമ്പോൾ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 15 meters. ഇതിപ്പോ നമ്പേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. ചേഞ്ചിങ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. ടൈം മാറുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ബോഡി ഈസ് മൂവിങ്, ഇറ്റ് ഇസ് അണ്ടർ മോഷൻ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫുകൾ.
ആക്സിസ് വെലോസിറ്റി മറ്റൊരു ആക്സിസ് ടൈം നമ്മൾ റെപ്രസെന്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ടൈം ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഞാൻ എന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇതെന്താണ് കാണിക്കുന്നത്? എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബോഡി അണ്ടർ റെസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താ? ദിസ് ഇസ് നോട്ട് എ പൊസിഷൻ ടൈം ഗ്രാഫ്, ദിസ് ഇസ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? സോ വെലോസിറ്റി ഒറിജിനൽ സം എക്സ് വാല്യൂ ആയിരുന്നു ആൻഡ് 5, 10, 15 എന്ന് പറഞ്ഞ് ടൈം വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഇറ്റ്സ് വെലോസിറ്റി അല്ലേ? സോ ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി വാല്യൂ കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നു. ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, another type of velocity time graph എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കാം. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒറിജിനൽ 0 വെലോസിറ്റി ആയിരുന്നു ആൻഡ് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി വാല്യൂവിന് എന്ത് സംഭവിക്കുന്നുണ്ട്? വെലോസിറ്റി കൂടി കൂടി വരുന്നുണ്ട് അല്ലേ? സോ ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയും മാറുന്നുണ്ട്. അതായത് നോൺ യൂണിഫോം വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷനാണ് നമ്മൾ ഈ ഗ്രാഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ യൂണിഫോം വെലോസിറ്റി ആയിരുന്നു, ദിസ് വൺ ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി. ആൻഡ് ഒബ്വിയസ്ലി വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ബോഡി ഈസ് ആക്സിലറേറ്റിംഗ് അല്ലേ? ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടിയാണ് ഇത്. ഓക്കെ, ഇവിടെ പക്ഷേ 0 ആയിരുന്നു അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി. ഇനി സപ്പോസ് നോൺ സീറോ വാല്യൂ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അഗെയിൻ വെലോസിറ്റി ടൈം കോർഡിനേറ്റ്സ് എടുക്കുന്നു ആൻഡ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചൊരു ഹയർ വാല്യൂവിൽ നിന്ന് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഒരു ചെരിഞ്ഞ വര വെച്ചിട്ട് നമ്മുടെ ബോഡിയുടെ മോഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താ? 0 ടൈം 0 ആവുന്നതാണല്ലോ അതിന്റെ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ആ ഇനിഷ്യൽ പോയിന്റിൽ ആ ഒബ്ജക്റ്റിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടായിരുന്നു ആൻഡ് ദെൻ ടൈം പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടി കൂടി വരും. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നോൺ സീറോ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ആക്സിലറേഷൻ ഉള്ളതോടുകൂടി മൂവ് ചെയ്യും, ആക്സിലറേറ്റിംഗ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, നോൺ സീറോ ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഉള്ള ഒരു ബോഡിയുടെ മോഷനാണ് നമ്മൾ ഈ ഗ്രാഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫുകളാണ്. ടൈം കോർഡിനേറ്റിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? മറ്റേ കോർഡിനേറ്റ് ഇതാണോ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു അല്ലേ? ഇവിടെ നമ്മൾ എന്താ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നത് അതിന്റെ പൊസിഷൻ ആയിരുന്നു, അതായത് ബോഡി അറ്റ് റെസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് കേസിലേക്ക് വന്നപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരുന്നു, അവിടെ പാരലൽ ടു എക്സ് ആക്സിസ് വരച്ചത് എന്തായിരുന്നു? കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ആക്സിലറേഷൻ ടൈം ഗ്രാഫിലേക്ക് വരുമ്പോൾ ഇതുപോലെ എക്സ് ആക്സിസിന് പാരലലി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഹിയർ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, കോൺസ്റ്റന്റ് ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷനാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? We can draw the graph as this അല്ലേ? ടൈം മാറുന്നതിനനുസരിച്ച് ഒരു സ്ലോപ്പ് ഉള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? ദാറ്റ് ബോഡി ഈസ് ഹാവിങ് എ നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് ഒരു മൂവിങ് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഗ്രാഫുകൾ വെച്ചിട്ട് നോർമലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ഐഡന്റിഫൈ ദ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഗ്രാഫ് വെച്ചിട്ട് മറ്റൊരു രീതിയിലുള്ള പ്രോബ്ലംസ് വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫിൽ നിന്ന് സോൾവ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് നോർമലി കാണാറുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഓക്കെ 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 സ്ലോപ്പ് ഓഫ് ബി ടി ഗ്രാഫ്
എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് തരുന്നത് ആ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുക? That will be velocity. So പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ആയിരിക്കും. ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നേരെ തിരിച്ചു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് തരുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, area of AT graph gives us the change in velocity. Similarly, area under a velocity time graph gives us the change in position or displacement. Okay, so position time graph in the slope velocity തരുന്നു, velocity time graph in the slope acceleration തരുന്നു. Similarly, താഴത്തേക്കാണെങ്കിലോ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി തരുന്നു, ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ തരുന്നു. ഓക്കെ, ഇതാണ് നോർമലി നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് ചെയ്യാൻ എൻട്രൻസിന് കാണുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പഠിക്കുന്ന ഒരു 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം എന്നീ പറയുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻസ് ആണത്. വിച്ച് ഇസ് ദ ഫസ്റ്റ് വൺ? ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കാനായിട്ട് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് S is equal to ut plus half at square, where S is the displacement, U is the initial velocity, T is the time, and A is the acceleration. S is the displacement, U initial velocity, V final velocity, and A is the acceleration. Second equation is V is equal to U plus AT. V again final velocity, U is the initial velocity, A is the acceleration, and T is the time. The third one is V square is equal to U square plus 2AS. V square is equal to U square plus 2AS. V is the final velocity, U is the initial velocity, A is the acceleration, and S is the displacement. അപ്പോൾ ഏതാണ് 3 കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? S is equal to ut plus half at square, V is equal to U plus at, V square is equal to U square plus 2AS. ഇനി എൻട്രൻസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ഒരു കുഞ്ഞ് ഇക്വേഷൻ കൂടി ടീച്ചർ പറഞ്ഞുതരാം. nth സെക്കൻഡിൽ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കാനായിട്ട് ഒരു ഇക്വേഷൻ ആണ് Sn. Sn എന്ന് പറഞ്ഞാൽ nth സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് കവർ ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് അതിനുള്ള ഇക്വേഷൻ ആണത്. Sn is equal to U plus n minus 1/2 into A. Sn is equal to U plus n minus 1/2 into A. U is the initial velocity, Sn is the displacement at nth second. N ഏതാണോ സെക്കൻഡ് എന്ന് പറയുന്ന ആ എന്നിന്റെ വാല്യൂ, ആൻഡ് എ ഇസ് അഗൈൻ ദ ആക്സിലറേഷൻ. ഓക്കെ, ഇത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് ഓർത്ത് വെച്ചേക്കുക. സോ മോഷന്റെ സ്ട്രേറ്റ് ലൈനിൽ വരുന്ന സമ്മറി അതിന്റെ തിയറി പോർഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി പ്രോബ്ലംസിലേക്ക് കിടക്കാം. The first question is, a particle moves along a semicircle of radius 10 meters in 5 seconds. The average velocity of the particle is dash. Okay. So average velocity ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നുള്ളത് നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു എന്താണത്? ഇറ്റ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്
ഡിവൈഡഡ് ബൈ ടൈം. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി അവർ തന്നിട്ടില്ല. പകരം എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 10 meters. അതായത് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ആൻഡ് സെമി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഹാഫ് പോർഷൻ ഉണ്ടാവുള്ളൂ. സോ 10 meters റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. അതിന്റെ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താൽ ആൻഡ് 5 seconds കൊണ്ടാണ് ആ പാർട്ടിക്കിൾ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ 10 meters ആണ് ഈ സർക്കിളിന്റെ റേഡിയസ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സർക്കംഫറൻസ് എത്രയായിരിക്കും? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു 2πr. ബട്ട് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സർക്കിൾ ആവശ്യമില്ല അല്ലേ? നമുക്കൊരു സെമി സർക്കിൾ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇവിടുത്തെ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത് എന്താണ്? ദാറ്റ് വിൽ ബി πr. πr ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരുന്നത്. സോ πr ഡിസ്റ്റൻസ് കവർ ചെയ്യുകയും ആൻഡ് എത്ര ടൈം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടൈം ഈസ് 5 seconds. 5 seconds കൊണ്ട് πr ഡിസ്റ്റൻസ് കവർ ചെയ്യുകയും ചെയ്തിട്ടുള്ള മോഷനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇതിന്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? r എന്ന് പറയുന്നത് 10 meters ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π into 10 divided by 5 that is equal to 2π meter per second. സോ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 2π meter per second ആയിരിക്കും ഈ പാർട്ടിക്കിളിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. The next question is, a hole has the dimensions 10 meter by 10 meter by 10 meter. A fly starting at one corner ends up at a diagonally opposite corner. The magnitude of its displacement is nearly dash. Okay. So ഒരു റൂമാണ് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 10 meters അതിന്റെ ലെങ്ത്, 10 meter ഹൈറ്റ്, 10 meter ബ്രെഡ്ത്ത് ഉള്ള ഒരു സ്ക്വയറിനോട് രൂപസാദൃശ്യമുള്ള ഒരു റൂം നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആ റൂം എന്ന് വിചാരിക്കും. ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫ്ലൈ ഈ റൂമിന്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് കോർണർ എന്ന് വിചാരിക്കുക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കും. ആൻഡ് എൻഡ്സ് അപ്പ് അറ്റ് എ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ. ഇതിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയുള്ള കോർണറിലാണ് അത് പറന്ന് വന്നിരിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഈ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഡയഗണലി ഓപ്പോസിറ്റ് ആയ ഈ പൊസിഷനിലേക്ക് പറന്നു വന്നിരിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആ ഫ്ലൈയുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ നമുക്കറിയാം ഏകദേശം ഒരു ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. ഈ ഡയഗണൽ ആണ് നമ്മുടെ ഫ്ലൈ പറന്നു പോയ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ട്രയാംഗിളിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ആ റൂമിന്റെ ഹൈറ്റ് ആണ്. ആൻഡ് ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ട്രയാംഗിളിന്റെ ബേസ് എന്ന് പറയുന്നത് റൂമിന്റെ ഫ്ലോറിന്റെ ഡയഗണൽ ആയിരിക്കും. ഓക്കെ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? റൂമിന്റെ ലെങ്ത് 10 meters ആണ്, ബ്രെഡ്ത്ത് 10 meters ആണ്, ഹൈറ്റ് 10 meters ആണ്. ഓക്കെ. ലെങ്ത്തും ബ്രെഡ്ത്തും 10 meters ആണെങ്കിൽ ആ റൂമിന്റെ ഫ്ലോറിന്റെ ഡയഗണലിന്റെ ലെങ്ത് എത്രയായിരിക്കും? പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 square plus 10 square. റൂട്ട് ഓഫ് 10 square plus 10 square ആയിരിക്കും എ ബി എന്ന് പറയുന്ന ലെങ്ത് അല്ലേ? ദാറ്റ് ഈസ് 10 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 plus 1 plus 1. 10 into root of 1 plus 1. That is equal to 10 root 2 meters ആയിരിക്കും എന്ത്? ഈ ഡയഗണൽ എന്ന് പറയുന്നത്. This is 10 root 2. ഓക്കെ. ഇത് 10 root 2 ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 meters നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ സി എന്ന് പറയുന്ന ഈ ഡയഗണലിന്റെ ലെങ്ത് എത്രയായിരിക്കും? എ സി വിൽ ബി ഈക്വൽ ടു 10 square plus ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്? അതാണല്ലോ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. സോ 10 square plus 10 root 2 the whole square.
എഗെയിൻ രണ്ടിടത്തും 10 കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ ആ സ്ക്വയർ ക്യാൻസൽ ആയി പോയി, ബാക്കി 10 മാത്രം പുറത്തേക്ക് വരും. ദ റിമൈനിങ് നമ്പേഴ്സ് വിൽ ബി, ഇവിടെ 10 സ്ക്വയർ പുറത്തേക്ക് പോയാൽ ബാക്കി എന്ത് വരും 1 പ്ലസ് ഇവിടെ √2ന്റെ സ്ക്വയർ ബാക്കി 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 10√3. സോ എ എന്ന് പറയുന്ന പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോർണറിലേക്ക് ഒരു ഫ്ലൈ പറന്നു ചെന്നിരിക്കുകയാണെങ്കിൽ ആ ഫ്ലൈന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? It will be 10√3 meters. The next question is, a man moves along the x-axis such that velocity is v is equal to 1 by x. If he is initially at x is equal to 2 meters, find the time when he reaches x is equal to 4 meters. അതായത് x is equal to 2 meters നിന്ന് x is equal to 4 meters-ലേക്ക് മൂവ് ചെയ്യാൻ ആ മനുഷ്യൻ എടുക്കുന്ന ടൈം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡിസ്റ്റൻസ് എക്സും ടൈമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് എത്രയാണ്? 1/x എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് 1/x-നെ ടൈം ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? d/t-നോടാണ്. ആൻഡ് എക്സിന്റെയും ടിയുടെയും റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത് അല്ലേ? സോ വി ക്യാൻ സേ എക്സിന്റെയും ടിയുടെയും തമ്മിലുള്ള വേരിയേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എക്സ് ഈസ് ഇക്വൽ ടു 2 to എക്സ് ഈസ് ഇക്വൽ ടു 4ലേക്ക് ഒരു മോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എടുക്കുന്ന ടൈം, ടോട്ടൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ ഇന്റഗ്രൽ എടുക്കാം. അതായത് എക്സിന് വരുന്ന മാറ്റം, ടോട്ടൽ എക്സിന് വരുന്ന മാറ്റം ആൻഡ് കറസ്പോണ്ടിങ് ടൈമിന് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇന്റഗ്രൽ dt ആണ്. So integral x dx should be equal to integral dt. x ന്റെ ഇന്റഗ്രേഷൻ നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. ആൻഡ് x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? x raised to n. x raised to n ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ that is equal to x raised to n plus 1 by n plus 1 ആണ്. ഇവിടെ പവർ ആയിട്ട് വരുന്നത് 1 ആണ്. സോ ഹിയർ വി ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ x dx is equal to x square by 2. സോ x square by 2 should be equal to RHS എന്താണ്? ഇന്റഗ്രൽ dt. ഇവിടെ ടിക്ക് പവർ ഒന്നുമില്ല, സോ ടി റേസ് ടു 0 ആണ്. സോ RHSന്റെ വാല്യൂ എന്ന് പറയുന്നത് integral dt is equal to t. So total time taken by that particle, total time taken by the man will be equal to t is equal to x square by 2. And നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും തന്നിട്ടുണ്ട് അല്ലേ? 2 meters ആയിരുന്നു ഇനിഷ്യലി ആ മാൻ നിന്നിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4 meters. സോ വി ക്യാൻ റൈറ്റ് 2 to 4. So time t is equal to x square by 2, limits 2 to 4. That is equal to 4 square by 2 minus 2 square by 2. 16 by 2 minus 4 by 2. That is equal to 12 by 2, that is equal to 6 seconds. Time ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ 2 meters നിന്ന് 4 metersലേക്ക് ആ മനുഷ്യൻ ട്രാവൽ ചെയ്ത് വരാനെടുത്ത ടൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6 seconds. The next question is, a person climbs up a stalled escalator in 60 seconds. അതായത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു എസ്കലേറ്ററിൽ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ഏറ്റവും മുകളിലെ സ്റ്റെപ്പിലേക്ക് എത്താനായിട്ട് ഒരു മനുഷ്യൻ 60 seconds ടൈമാണ് എടുക്കുന്നത്. If standing on the same but escalator running with constant velocity, he takes 40 seconds. ഇനി ആ മനുഷ്യൻ അനങ്ങാതെ നിൽക്കുകയാണ് ആൻഡ് എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താഴെ നിന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 40 seconds ആണെന്ന് വിചാരിക്കുക. How much time is taken by the person to walk up the moving escalator? അങ്ങനെയെങ്കിൽ എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ മനുഷ്യനും സ്റ്റെപ്സ് കയറുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ എത്ര ടൈം കൊണ്ടായിരിക്കും ആ മനുഷ്യൻ താഴെ നിന്ന് മുകളിലേക്ക് എത്താൻ സാധിക്കും? ആ എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എസ്കലേറ്റർ മൂവിങ് അല്ല, അത് നിർത്തിയിട്ടിരിക്കുകയാണ് ആൻഡ് ആ പേഴ്സൺ ആണ് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്സ്. അപ്പോൾ സ്റ്റോൾഡ് ആയിട്ടുള്ള എസ്കലേറ്ററിനെ ക്ലൈംബ് അപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം 60 seconds ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ സിറ്റുവേഷനിൽ ആ മനുഷ്യന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു
1/60 അല്ലേ? ഒരു എസ്കലേറ്റർ 60 സെക്കൻഡ്സ് ടൈം കൊണ്ടാണ് അയാൾ ക്ലൈം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 1 എസ്കലേറ്റർ ബൈ 60 സെക്കൻഡ്സ് ടൈം ആണ് ആ ഫസ്റ്റ് കേസിൽ ആ മനുഷ്യന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് കേസിൽ എന്താണ്? മനുഷ്യൻ അനങ്ങാതെ നിൽക്കുകയും എസ്കലേറ്റർ മൂവ് ചെയ്യുകയും ചെയ്യാണ്. എസ്കലേറ്റർ അണ്ടർ മോഷൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ 40 സെക്കൻഡ്സ് കൊണ്ടാണ് ആ ഒരു എസ്കലേറ്റർ കംപ്ലീറ്റ് ആയിട്ട് പോയി തീരാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ അത് മുകളിലേക്ക് ആ മനുഷ്യൻ എത്തിച്ചേരാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/40 സെക്കൻഡ്സ് ആയിരിക്കും. അതായത് 1 escalator in 60 seconds time, here it is 1 escalator at 40 seconds time അല്ലേ? ഓക്കെ, ആ രണ്ട് കേസിലെയും സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ച് വച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടും, അതായത് എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മനുഷ്യനും സ്റ്റെപ്സ് ക്ലൈം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ നടക്കുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ടാണ് ആ എസ്കലേറ്റർ ക്ലൈം ചെയ്ത് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ട് ഇൻഡിവിജ്വൽ കേസസിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ, അതായത് ഈ എസ്കലേറ്റർ മൂവ് ചെയ്യുന്നു, ആ മനുഷ്യനും മൂവ് ചെയ്യുന്നു എന്നുള്ള സിറ്റുവേഷനിൽ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? തേർഡ് കേസിൽ സ്പീഡ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എസ്കലേറ്റർ ഈസ് മൂവിങ് ആൻഡ് ദ പേഴ്സൺ ഈസ് ഓൾസോ മൂവിങ്. ദാറ്റ് ഈസ് 1/60 പ്ലസ് 1/40. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? So the speed will be 5/120 meter per second. നമ്മളോട് സ്പീഡ് അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മനുഷ്യനും ക്ലൈം ചെയ്യുന്നുണ്ട്, സ്റ്റെപ്സ് ക്ലൈം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ ആ ഒരു എസ്കലേറ്റർ 1 എസ്കലേറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം എത്രയായിരിക്കും? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ദെൻ ടൈം ഷുഡ് ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 1 എസ്കലേറ്റർ ആണ്, ഒരു എസ്കലേറ്റർ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്ന ടൈം ആണ്. ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 5/120 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു കഴിഞ്ഞു. സോ ഹിയർ ഇറ്റ് വിൽ ബി 120 divided by 5, that is equal to 24 seconds. അതായത് 60 സെക്കൻഡ്സ് കൊണ്ട് ഒരു മനുഷ്യൻ നിർത്തിയിട്ടിരിക്കുന്ന ഒരു എസ്കലേറ്റർ ക്ലൈം ചെയ്ത് കഴിയും. ആൻഡ് ഒരു എസ്കലേറ്റർ തനിയെ മൂവ് ചെയ്ത് മുകളിലേക്ക് എത്താനായിട്ട് 40 സെക്കൻഡ്സ് എടുക്കും എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട്, ആ പേഴ്സണും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് ഒരു പേഴ്സൺ താഴെ നിന്ന് മുകളിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 24 seconds. The next question is, the velocity acquired by a body moving with uniform acceleration is 30 meter per second in 2 seconds and 60 meter per second in 4 seconds. The initial velocity is dash. ഒരു മൂവിംഗ് ബോഡിയുടെ ആക്സിലറേഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ദ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 സെക്കൻഡ്സ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് കൂടി ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ദെൻ 4 സെക്കൻഡ്സ് ടൈം എത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി മാറി? ഇറ്റ് ഈസ് 60 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ്സിൽ 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്ന ഒരു ബോഡി 4 സെക്കൻഡ്സ് എത്തിയപ്പോഴേക്കും അതിന്റെ വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് മനസ്സിലാക്കുന്നത്? ദ ബോഡി ഈസ് ആക്സലറേറ്റിംഗ് അല്ലെ? ദ ബോഡി ഈസ് ആക്സലറേറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ആൻഡ് ടൈം റിലേറ്റ് ചെയ്യുന്ന ഒരു കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ v ഈസ് ഈക്വൽ ടു u പ്ലസ് 80 അല്ലെ? v ഈസ് ഈക്വൽ ടു u പ്ലസ് 80. ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ രണ്ട് സിറ്റുവേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഫൈനൽ വെലോസിറ്റി നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഇസ് ഫസ്റ്റ് കേസിൽ 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 30 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. സോ അത് നമുക്ക് u ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് a ഇൻറ്റു ടൈം എത്രയാണ്? ഇറ്റ്സ് 2 സെക്കൻഡ്സ്. That is 30 is equal to u plus
2a. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇതാണ്. ഇനി സെക്കൻഡ് കേസ് എന്താണ്? അഗൈൻ ഇക്വേഷൻ സെയിം തന്നെയാണ്. v is equal to u plus 80. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 60 is equal to u plus ടൈം എത്രയാണ് അവിടെ? 4 seconds ആണ്. സോ a into 4 that is equal to u plus 4a. സോ നമ്മുടെ കയ്യിൽ ഈ തന്നിരിക്കുന്ന രണ്ട് ഇൻഫർമേഷൻസ് വെച്ച് ഫ്രെയിം ചെയ്ത രണ്ട് സിമിലർ ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണെന്നാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അത് നമുക്ക് സഹായിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസും വെച്ച് നമ്മൾ യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് 30 is equal to u plus 2a and second one is 60 is equal to u plus 4a. നമുക്ക് അറിയാൻ സാധിക്കാത്തൊരു ക്വാണ്ടിറ്റി എ അല്ലെ, എയുടെ വാല്യൂ എത്രയും തന്നിട്ടില്ല, ജസ്റ്റ് ആക്സലറേറ്റിംഗ് ബോഡി ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വാണ്ടിറ്റീസ് ഇക്വേഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയണം. നമുക്ക് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസിനെ അറ്റ് എ സിംഗിൾ ടൈം സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത അൺനോൺ ക്വാണ്ടിറ്റീനെ നമുക്ക് ഈ ഇക്വേഷൻസിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം നോക്കാം. രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം, ഡിഫറൻസ് കണ്ടുപിടിക്കും. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ഈ എ വരുന്ന ടേംസ് 0 ആയി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ഇക്വേഷൻ ഞാനൊന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു നമ്പർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 is equal to 2u plus 2 into 2a that is 2u plus 4a. 60 is equal to 2u plus 4a. ഇതാണ് അപ്പോൾ നമ്മുടെ 1a എന്ന് പറയുന്ന ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ റിമൈൻസ് ദ സെയിം. സോ നമ്മുടെ രണ്ട് ഇക്വേഷൻസ് ഏതായി മാറി? 60 is equal to u plus 4a and 60 is equal to 2u plus 4a അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 2 minus 1 ഒന്ന് ചെയ്തു. 1a minus equation number 2 gives 60 is equal to 2u plus 4a. That is equation 1a. Equation number 2 is 60 is equal to u plus 4a. ഇത് രണ്ടും കൂടി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, 4a minus 4a is equal to 0. 2u minus u that is u. 60 minus 60 that is again 0. So എന്താണ് നമുക്ക് ഈ ഇക്വേഷൻ ആൻസർ ആയിട്ട് കിട്ടുന്നത്? u is equal to 0. So the initial velocity u is equal to 0 meter per second. The next question is, a 150 meter long train is traveling from east to west at a speed of 20 meter per second. A bird is flying from west to east at a speed of 5 meter per second. How long will the bird take to cross the train? അതായത് say A എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് B എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡോട് കൂടി ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അറ്റ് ദ സെയിം ടൈം മറ്റൊരു കിളി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് കൂടി ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 150 മീറ്റർ ദൂരമുള്ള ട്രെയിനിനെ കടന്നു പോകാനായി ഈ കിളിക്ക് എത്രത്തോളം ടൈം ആവശ്യമായി വരും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആ ബേർഡ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ് ഈസ് 150 മീറ്റേഴ്സ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ എന്ത് വെലോസിറ്റിയോട് കൂടി ആയിരിക്കും അത് കവർ ചെയ്ത് വരിക? അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബേർഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേസിൽ എന്താണ്? ട്രെയിൻ കൂടി മൂവിങ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഒരു ട്രെയിൻ ഈസ്റ്റ് ടു വെസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിലൂടെ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ കിളി പറക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് സിംപ്ലി ആ ബേർഡിന്റെ വെലോസിറ്റി മാത്രമല്ല, ട്രെയിൻ കൂടി മൂവിങ് ആയതുകൊണ്ട് നമ്മളിവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി VAB എന്ന് പറയുന്നത്, VA ആൻഡ് VB എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് ഉള്ള രണ്ട് ഒബ്ജക്ട്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ട് ഒബ്ജക്ട്സ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വിത്ത് VA വെലോസിറ്റിയോട് ട്രാവൽ ചെയ്യുന്നു ആൻഡ് B എന്ന് പറയുന്ന ഒബ്ജക്റ്റ് VB വെലോസിറ്റിയോട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഒബ്ജക്ട്സിന്റെയും റിലേറ്റീവ് വെലോസിറ്റി VAB എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് VA മൈനസ് VB എന്നാണ്. ഓക്കെ,
അങ്ങനെയെങ്കിൽ ഈ കേസിൽ എന്താണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വി ട്രെയിനിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ ബേർഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി ആണ്? അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി അല്ല, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ? സോ അപ്പൊ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഡയറക്ഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ട്രെയിൻ ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് എടുത്തത് എങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഈ ബേർഡിന്റെ വെലോസിറ്റി എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സോ വെറും 5 മീറ്റർ പെർ സെക്കൻഡ് എന്നല്ല, -5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ ആ കിളിയുടെ ബേർഡിന്റെ വെലോസിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്, -5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ദ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഈ സിറ്റുവേഷനിൽ ഇതിന്റെ റിലേറ്റീവ് വെലോസിറ്റി എന്തായി വരും? 20 minus 5 that is equal to 25 meter per second. 25 meter per second ആണ് എന്ത് ഈ ട്രെയിനിന്റെയും ബേർഡിന്റെയും കളക്റ്റീവ് മോഷൻ മൂലം ഉണ്ടാകുന്ന അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. സോ ഡിസ്റ്റൻസ് കിട്ടി, വെലോസിറ്റി കിട്ടി. നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ബേർഡ് ട്രെയിനിനെ കവർ ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു d/t എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ ടിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? d/v. And the d is already given as 150 meters and the velocity, relative velocity is 25 meter per second. So the total time taken by the bird to cover the train with a 150 meters length, that will be equal to 6 seconds.